ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് വെറും കുക്കർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു എഗ് മാക്രോണി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് വലിയ ജീരകം, ഗ്രാമ്പൂ, ഏലക്കായ, പട്ട ഇത്രയും ചേർത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പം അതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം ഈ സവോള ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അത് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറി വരുമ്പം അതിലോട്ട് നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് മാക്സിമം ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. തക്കാളി ചേർത്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞത് കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ. നമ്മുടെ എരിവിന് ആവശ്യമനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ പച്ചമുളക് ചേർത്തതുകൊണ്ട് അത് പരിഗണിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാൻ. പിന്നെ ഏകദേശം 2 സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലോട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. മാക്സിമം ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ 1 കപ്പ് മാക്രോണിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 1 കപ്പ് മാക്രോണി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വേവിക്കൊന്നും ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള മാക്രോണിയാണ്. നമുക്ക് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ അത് വേവിക്കാതെ തന്നെ ഇട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണെന്ന് പറയുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മിക്സിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 2 നിങ്ങളുടെ ഇഷ്ടാനുസരണം മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ എത്രത്തോളം മുട്ട പൊട്ടിച്ചൊഴിക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുന്ന മസാലയിലും ഉപ്പിലൊക്കെ നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം നമ്മൾ ഇത് 2 യോക്ക് വരുന്ന മുട്ടയാണ് കേട്ടോ. അതാണ് നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നത്. അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയ്ക്കുള്ളിൽ തന്നെ 2 മഞ്ഞക്കരു വരുന്ന മുട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടി പരിഗണിച്ചിട്ട് വേണം എടുക്കാൻ. അത് തിളച്ച് വരുമ്പം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. വേറെ ഒറ്റ വിസിലടുപ്പിച്ച് അതിൽ പ്രഷർ മൊത്തം റിലീസാവുന്നത് വരെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ മാക്രോണി റെഡി ആവും കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ മുട്ടയൊക്കെ എല്ലാ ഭാഗത്തോട്ടും ചേരുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ മിക്സാക്കുമ്പോൾ മാക്രോണി മാക്സിമം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ അത് ഗ്രേവിയോട് കൂടിയിട്ട് അത്യാവശ്യം ജ്യൂസി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് ചൂടാറും തോറും മാക്രോണിയിലോട്ട് അബ്സോർബ് ആയിട്ട് അത് കറക്റ്റ് പരുവായിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ മാക്സിമം അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം അതിലെ മോയ്സ്ചറൊക്കെ കുറച്ചുകൂടി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പരുവായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് കഴിച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.